നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം നടക്കാൻ പോകുന്നത് കണ്ണൂരിലെ പേരാവൂരിലാണ്. മട്ടന്നൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷം മാറ്റി നിർത്തി ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എതിരാളിയാകട്ടെ മണ്ഡലം 3 തവണ കാത്തുവെച്ച UDFിൻ്റെ കരുത്തനായ സണ്ണി ജോസഫ്. ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് അയച്ചത് മണ്ഡലം പിടിക്കാനുള്ള ചാണക്യതന്ത്രമായിട്ടാണോ അതോ പാർട്ടിക്കുള്ളിലെ കരുത്തുറ്റ ശബ്ദത്തെ തളയ്ക്കാനുള്ള കുതന്ത്രമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യമായി ഉയരുന്നത്. എന്തുകൊണ്ടാണ് CPM ശൈലജ ടീച്ചറെ ഇവിടെ പരീക്ഷിക്കുന്നത്? ഉത്തരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലുണ്ട്. 2021 സണ്ണി ജോസഫിൻ്റെ ഭൂരിപക്ഷം വെറും 3172 വോട്ടുകൾ മാത്രമായിരുന്നു. കേരളത്തിലുടനീളം LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും സണ്ണി ജോസഫ് അവിടെ പിടിച്ചു നിന്നു. എന്നാൽ ഒരു ജനകീയ മുഖമായ ശൈലജ ടീച്ചർക്ക് ഈ 3000-ഓളം വോട്ടുകൾ ആ വ്യത്യാസം മറികടക്കാൻ പ്രയാസമില്ല എന്നുള്ളതാണ് CPM കണക്ക് കൂട്ടുന്നത്. ടീച്ചറുടെ പ്രതിച്ഛായ വഴി നിഷ്പക്ഷ വോട്ടുകളും സമാഹരിക്കാൻ അവർക്ക് കഴിയും എന്നും പേരാവൂർ ചുവപ്പിക്കാം എന്നും തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. എന്നാൽ ടീച്ചറിന് മുന്നിലുള്ള പാത അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. UDFിന് വ്യക്തമായ മേധാവിത്വമുള്ള മണ്ഡലമാണ് പേരാവൂർ എന്ന് ഈ ചാർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇരിട്ടി നഗരസഭ പിടിച്ചെടുത്തതും 5 പ്രധാന പഞ്ചായത്തുകൾ കൈവശം വെക്കുന്നതും സണ്ണി ജോസഫിന് കരുത്താണ്. എന്നാൽ ആറളം, പായം മേഖലകളിലെ LDF സ്വാധീനവും ശൈലജ ടീച്ചറുടെ ജനപ്രീതിയും ചേരുമ്പോൾ ഈ ചിത്രം മാറുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. പേരാവൂർ മണ്ഡലത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സമിതികൾ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഇരിട്ടി നഗരസഭയിൽ UDF ആണ്, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ആണ്, പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ UDF ആണ്, കേളകം ഗ്രാമപഞ്ചായത്തിൽ UDF ആണ്, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് UDF ആണ്, കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ UDF ആണ്, അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് UDF ആണ്, ആറളം ഗ്രാമപഞ്ചായത്ത് LDF ആണ്, അതുപോലെ തന്നെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് LDFന്, പായം ഗ്രാമപഞ്ചായത്ത് LDFന്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ UDFന്. ഇരിട്ടി നഗരസഭ മാത്രമാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. ബാക്കിയൊക്കെ UDFിൻ്റെ മണ്ഡലം തന്നെയാണ്. ആറളവും അതുപോലെ തന്നെ മുഴക്കുന്നും പായവും ഒക്കെ LDFിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവരങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ UDFിൻ്റെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു വൈബാണ് ഉണ്ടാകുന്നതെങ്കിൽ ശൈലജ ടീച്ചറുടെ ജയം ബുദ്ധിമുട്ടുള്ളതാവുകയും സണ്ണി ജോസഫിന് വിജയം സുനിശ്ചിതമാവുകയും ചെയ്യും. എന്നാൽ ശൈലജ ടീച്ചറിൻ്റെ ആരോഗ്യമന്ത്രി എന്ന രീതിയിലുണ്ടായിരുന്ന പെർഫോമൻസ്, അതുപോലെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം, അണികളുടെ വീറും വാശിയും ഒക്കെ വർദ്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ തിരിച്ച് സണ്ണി ജോസഫ് പരാജയപ്പെടേണ്ട അവസ്ഥയുണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ പേരാവൂർ മണ്ഡലം ചുവക്കുക തന്നെ ചെയ്യും എന്ന് പറയേണ്ടി വരും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ മണ്ഡലത്തിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 6 ഭരണം നേടിയിരിക്കുന്നത് UDF ആണ്. ദശകങ്ങളായിട്ട് LDF കൈവശം വെച്ചിരുന്ന ഇരിട്ടി നഗരസഭ പോലും ഇപ്പോൾ UDFിൻ്റെ കൈവശമാണ്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് UDFിന് ഒപ്പമാണ്. മുൻപ് LDFിൻ്റെ നല്ല ഉറച്ച കോട്ടകളായിരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ പോലും ഇപ്പോൾ UDFിന് അനുകൂലമാണ്. താഴെത്തട്ടിലുള്ള ഈ സംഘടനാ കരുത്താണ് സണ്ണി ജോസഫിന് ഏറ്റവും വലിയ വിശ്വാസം. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചില സംശയങ്ങൾ ഉയർത്തുന്നത്. മട്ടന്നൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ടീച്ചറെ എന്തിന് ഒരു റിസ്ക്കുള്ള മണ്ഡലത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. മണ്ഡലം പിടിച്ചാൽ ടീച്ചർ വീണ്ടും വിജയനായികയാവുക തന്നെ ചെയ്യും. പാർലമെന്റിലെ വൻ പരാജയത്തിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് അവരുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് അന്ത്യം കുറിക്കുക തന്നെയാകും എന്നുള്ളതിൽ സംശയമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം എന്നതുകൊണ്ട് തന്നെയാണ് ഇത് തന്ത്രമാണോ കുതന്ത്രമാണോ എന്ന സംശയം ജനങ്ങളിലേക്ക് ഉണ്ടാകുന്നത്. ചിലർ ഇതിനെ മണ്ഡലം പിടിക്കാനുള്ള ചാണക്യതന്ത്രം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഒരു ജനകീയ നേതാവിനെ തിളയ്ക്കാനുള്ള കുതന്ത്രം എന്നാണ് ആരോപിക്കുന്നത്. സണ്ണി വക്കീലിൻ്റെ വ്യക്തിബന്ധങ്ങളും UDFിൻ്റെ തദ്ദേശ സ്വയംഭരണ കരുത്തും ഒരു വശത്ത് നിൽക്കുമ്പോൾ ശൈലജ ടീച്ചറുടെ ജനപ്രീതിയും CPMൻ്റെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വീറും വാശിയും മറുവശത്ത് നിൽക്കുകയാണ്. ഇവിടെ 2-3 ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പേരാവൂരിലെ കുടിയേറ്റ കർഷകർ ആർക്കൊപ്പം നിൽക്കും? ടീച്ചർക്ക് പേരാവൂർ പിടിക്കാനാകുമോ? അതോ പിണറായിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമോ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.